നല്ല പെങ്കൊച്ചാണ്, ഞാൻ പള്ളി വെച്ച് കണ്ടു. സൂപ്പർ പെങ്കൊച്ച, നല്ല കാണാൻ നല്ല സുന്ദരി. ഇത് എവിടുന്ന് കിട്ടണേ ഇവന്? ഇവൻ ലൈൻ അടിച്ചതാണേ. ആണോ? എവിടെയായിരുന്നു? എറണാകുളത്ത് ഇവർ എന്തോ ഒരു IT കമ്പനി എന്തോ ജോലി കണ്ടായിരുന്നു. ആ, എറണാകുളത്തായിരുന്നു ഇവനല്ലേ? ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുമല്ലേ? ഇവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ. ആ ശരിയടാ, ഒരുമിച്ച് ജോലി ചെയ്താൽ കിട്ടൂടാ. കാരണം ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ കുറേ നാൾ കാണുവാണല്ലോ. അതെ അതെ. എടാ ഞാൻ കാര്യം പറഞ്ഞാൽ എറണാകുളത്ത് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. മമ്മിക്ക് ഇഷ്ടമല്ല, മമ്മി എപ്പോഴും വിളിയാ. ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോൾ ഇവിടെ കാര്യം പറഞ്ഞാൽ കൊക്കയും റബ്ബറൊക്കെ ഉണ്ട്. കൊക്ക കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 കിലോ കൊക്ക കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച എനിക്ക് 4500 കിട്ടൂടാ. പിന്നെ ഞാൻ മമ്മിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ വേറൊരു കേസുണ്ട്, ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സാലറി കുറവാണ്. ഇവന് 15000 ഉണ്ട് സാലറി അല്ലേ? എങ്ങനെ പെണ്ണ് കെട്ടി ഒട്ടും കിട്ടണ 10-15 വയസ്സുണ്ട് ഇവന്. പെൺകൊച്ച് അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലാടാ. അവര് പുറത്തൊക്കെണ്ടായിരുന്നു. അതെ പുറത്താ. കാരണം ഇവരുടെ ഫാമിലി വന്നായിരുന്നേ, നല്ല വണ്ടി, വലിയ വണ്ടിയൊക്കെ ഞാൻ കണ്ട് കൊതിയായിട്ട് വെള്ളം. ആ വണ്ടിയിൽ നിന്ന് പെങ്കൊച്ചും കണ്ട് കൊതിയായിട്ട് വെള്ളം, നല്ല പെങ്കൊച്ചോട്ടെ. എനിക്ക് ചേരുള്ളത്, എനിക്ക് ചേരി വന്നത്, എനിക്കന്ന് ചേരേണ്ടത്. ആ കാരണൂത്തി വിഷയ ഈ പെങ്കൊച്ചിന് ജീവിതം പോക്കാട്ടോ. ഡിവോഴ്സ് ആവും തോന്നൂല്ലേ? കണ്ണു വെച്ച് ഇപ്പൊ തന്നെ ഡിവോഴ്സ് ആകൂലേ? നമുക്ക് വേണ്ടാവേ, നമുക്ക് വേണ്ട. ഓ അവർ പെങ്കൊച്ച് മൈൻഡ് ചെയ്യണോ, കല്യാണം പോയി വെച്ചാൽ വൃത്തിയായിട്ട്. മമ്മി കയറി പൊക്കമ്മേ, മമ്മി വിളിച്ച് കല്യാണം. എടാ എന്തൊരു ജോലി ഉണ്ട് നോക്കണം എറണാകുളത്ത്. ടെക്സ്റ്റൈൽസ് നോക്കി നീ, പെങ്കൊച്ചങ്ങളുള്ളേ. അതാകുമ്പോൾ കുഴപ്പമില്ല, സാലറി കുഴപ്പമില്ല. സാലറി പണി അങ്ങോട്ട് കൊടുക്കും. എന്തിനുണ്ട് ഈ പറയാമോ? പുറത്തങ്ങനെ മമ്മിയെ കാരണം ഞാൻ മമ്മി കാരണം വന്നത്. ഇന്ന് പോകാമേ കാണിക്കുന്ന നീ നോക്കട്ടോ, ജോലി നോക്ക്. മമ്മി കയറി പൊക്കേ, മമ്മി കയറി പൊക്കമേ, മമ്മി പൊക്കേ കയറി പൊക്കേ.